ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മറ്റൊരു വാർത്തയിലേക്ക് കൂടി. ഇപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി ഇപ്പോൾ പാണക്കാട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വി എസ് ജോയി MLA അടക്കമുള്ളവരുണ്ട്, നൗഷാദ് അലിയുണ്ട്. പാണക്കാട് എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്ന കാര്യത്തിൽ നിശ്ചയമില്ല. പാണക്കാട്ട് മുഖ്യമന്ത്രിയായതിനു ശേഷം എത്തുന്നു. PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്. പാണക്കാട്ട് കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരുമുണ്ട്. സോണലുണ്ട്. സോണൽ, അങ്ങനെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പാണക്കാട്ടേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് വലിയ പെരുന്നാൾ ദിനം കൂടിയാണ്. മുനവർ അലി തങ്ങൾ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഒപ്പം PK കുഞ്ഞാലിക്കുട്ടി എല്ലാവരും തന്നെയുണ്ട്. പാണക്കാട്ട് വീട്ടിലും എല്ലാവരും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടേക്കാണ് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. ഇന്നലെ നടന്ന റെയ്ഡിനെ കുറിച്ച് ഇതുവരെയും മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. ഇന്ന് പാണക്കാട്ട് വെച്ചൊരു പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യവും. തീർച്ചയായിട്ടും അരുൺകുമാർ, പാണക്കാട് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ഈ ഒരു വലിയ പെരുന്നാളിന് വലിയ പ്രത്യേകതയുണ്ട്. UDF അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ പെരുന്നാൾ കൂടി എത്തുന്നത്. അതിൻ്റെ മധുരം ഇരട്ടിയാണ് എന്നുള്ളത് തന്നെയാണ് ലീഗ് പ്രവർത്തകരൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വി ഡി സതീശൻ എത്തി. അവിടെ തങ്ങൾമാരെ ആലിംഗനം ചെയ്ത് അദ്ദേഹം ഇപ്പോൾ പാണക്കാട് തറവാട്ടിനകത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും രാഷ്ട്രീയ മൂല്യം കൂടി ഈ കൂടിക്കാഴ്ചയിലുണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞു വെക്കേണ്ട സാഹചര്യമുണ്ട്. കാരണം ഈ റെയ്ഡ് നടന്നതിന് ശേഷം ഏകദേശം 7ഓളം തവണ മാധ്യമ പ്രവർത്തകർ പലയിടങ്ങളിലായി പ്രതികരണം തേടിയതാണ് മുഖ്യമന്ത്രിയുടെ മുൻപാകെ. പക്ഷേ യാതൊന്നും തന്നെ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാകാത്ത സാഹചര്യമാണുള്ളത്. ഒരുപക്ഷെ ഇന്ന് പാണക്കാട് തറവാട്ടിൽ തങ്ങൾമാരുൾപ്പെടെയുള്ളവരെ കണ്ട് സംവാദം നടത്തിയതിനൊക്കെ ശേഷം, അവരുടെ സൗഹൃദം പങ്കിട്ടതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ നമുക്ക് വീണ്ടും ആ വിഷയത്തിൽ പ്രതികരണം തേടാം. ഒരുപക്ഷെ അദ്ദേഹം പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ വലിയ പെരുന്നാൾ അത് ഒരു സൗഹൃദത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ സൂചകമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പാണക്കാട്ടേക്ക് വി ഡി സതീശൻ എത്തുന്നതും. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആലിംഗനം ചെയ്ത് തങ്ങൾമാർ അവരെ വി ഡി സതീശനെ സ്വാഗതം ചെയ്യുന്ന ദൃശ്യങ്ങൾ, അത് എത്രയും ഹൃദ്യമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. ഒരു സാഹോദര്യത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ആ വലിയ പെരുന്നാളിന് സാക്ഷ്യം വഹിക്കുന്ന ആളുകളൊക്കെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. രാവിലെ എറണാകുളത്ത് നിന്നാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. പ്രഭാത ഭക്ഷണം അത് പാണക്കാട് നിന്നാണ് എന്നുള്ളതാണ്. തങ്ങൾമാരൊപ്പം സാദിഖ് അലി തങ്ങളുണ്ട്, മുനവർ അലി തങ്ങളുണ്ട്, അബ്ബാസ് അലി തങ്ങളുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അവർക്കൊപ്പം ഇരുന്നു കൊണ്ട് രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ്